ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ക്ഷ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരപി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പരിചയ നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് കുംഭത്തിലാണ്. എത്രാമത്തെ ഭാവമാണ്? 12-ാം ഭാവമാണ്. അവരുടെ പാതിത്യം വീഴ്ച ശ്രദ്ധിക്കേണ്ട ഭാവമാണ് 12-ാം ഭാവം. എന്താണ് 12-ാം ഭാവം? പാപം, വ്യയം, പതനം, നിരയം, വാമമമ്പകം. പാപം, പാപകർമ്മങ്ങൾ, വ്യയം, ദുർച്ചെലവുകൾ, പതനം, വീഴ്ച, നിരയം, നരകം, വാമം, അമ്പകം, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം, വൈകല്യം, സ്ഥാനചലനങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, ദ്വാദശേന വിചിന്തയൻ. ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 12-ാം ഭാവം. ഇവിടെ ചൊവ്വ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ധനാധിപനാണ്, കുടുംബാധിപനാണ്. മറ്റൊന്ന് 9-ാം ഭാവമാണ്, പൈതൃകമാണ്, പാരമ്പര്യമാണ്. ഈ സമയത്ത് അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. അച്ഛൻ കിടപ്പിലായി പോകും ഈ 40 ദിവസക്കാലം. അച്ഛൻ മകനുമായി ശത്രുത പുലർത്തും. ഈ സമയത്ത് എത്ര ലോൺ കിട്ടിയാലും ധനം കിട്ടിയാലും അതൊക്കെ ദുർവ്യയങ്ങളാകും. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം. താൻ ചതിക്കപ്പെടും ധനപരമായ വിഷയത്തിൽ. പതിതസ്തുരിഭേ എന്നാണ് വരാഹമിക രാജാൻ പറഞ്ഞിരിക്കുന്നത്. 12-ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും പതിതഹ, പാതിത്യം, ഇതാ ഇയാൾ വീണിരിക്കുന്നു, വീഴ്ച വരുന്നു. 2 വീഴ്ചയാകാം, ധനപരമായ വിഷയത്തിലാകാം. മറ്റൊന്ന് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് ആർക്കൊരു പ്രോമിസ് കൊടുക്കരുത്, അതെനിക്ക് ശത്രുവായി മാറും. വാക്ക് തൻ്റെ ശത്രുവായി മാറുന്ന സമയമാണ്. കുടുംബത്തിലും സമാധാനം ഏറ്റവും കുറഞ്ഞ സമയമാണെന്ന് അറിയുക. അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം ഈ 40 ദിവസം മുന്നോട്ട് പോകുവാൻ. നിർബന്ധമായും ധർമ്മദേവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണ, തിരി, മാല സമർപ്പിക്കുക. അവിടെ പായസം വഴിപാടായി റെസീറ്റാക്കി കുടുംബക്കാർക്കൊക്കെ കൊടുക്കൂ. അസമയത്തുള്ള യാത്ര പറ്റില്ല. 12-ൽ ചൊവ്വ വരുമ്പോൾ ഫലം പറഞ്ഞതാണ്.
ശതാക്ഷോഭിതൽ തക്ഷുത ലോഹഗാദേഹി കുയേ ദ്വാദശേ അർത്ഥനാശം കരോതി. 12 ചൊവ്വ വരുമ്പോൾ ധനം നശിച്ചു പോകുന്നു, ആയുധങ്ങൾ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. മൃഷാ കിംവദന്തി ഭയം ദസ്യുതോവ, അപകടങ്ങൾ ഉണ്ടാകുന്നു കള്ളനെ കൊണ്ട്. കിംവദന്തികളെ ഭയക്കണം. തനിക്കെതിരെ പലരും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കും. പൈതൃകമായ ദുരിതങ്ങൾ വരും. അച്ഛൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. സ്ത്രീ വിഷയത്തിലേക്ക് വളരെ ജാഗ്രത പാലിക്കുക. ഇല്ലെങ്കിൽ അനാവശ്യമായ സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ തന്നെ വരിഞ്ഞ് മുറുകും. കാരണം ചാരവശാൽ ശുക്രനും 12-ലാണ്, സൂര്യനും 12-ലാണ്, ബുധനും 12-ലാണ്. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, സ്വത്തിൻ്റെ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ വരും. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്യുക. നന്നായി ഭദ്രകാളി മന്ത്രം ജപിക്കുക. തനിക്ക് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു പ്രോമിസസ് ആർക്കും കൊടുക്കാതിരിക്കുക. വളരെ ശ്രദ്ധിക്കണം മീനൻ രാശിക്കാർ. നന്ദി, നമസ്തേ.